ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഷഹന അജ്മൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തേങ്ങ അരയ്ക്കാണ്ട് തന്നെ തേങ്ങ അരച്ച രീതിയിലുള്ള മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പം ഞാനതെല്ലാം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ പൊടികളും ചേർക്കേണ്ടത്. നമ്മൾ കേരമീനാണ് കറി വെക്കുന്നത്. കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയിട്ട് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടെ ഇട്ട് ഇച്ചിരി വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് അല്പം വെള്ളവും കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പം ഇങ്ങനെ അരയ്ക്കുമ്പോൾ നല്ല കൊഴുപ്പാണ് മീൻ കറിക്ക്. അപ്പോൾ തേങ്ങ അരച്ച പോലെ ഇരിക്കും നമ്മുടെ കറി. തേങ്ങ അരയ്ക്കാണ്ട് തന്നെ നമുക്ക് തേങ്ങ അരച്ച പോലത്തെ മീൻ കറി റെഡിയായി കിട്ടും. ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് മൺചട്ടി ഒന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചീനച്ചട്ടിയിൽ വെക്കുന്നത്. ചീനച്ചട്ടി വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് വഴറ്റി എടുത്തിട്ട് വേണം ആവശ്യത്തിന് വെള്ളവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ഉലുവ ഇവിടെ പൊട്ടി വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് വഴറ്റി എടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ഉപ്പും പിന്നെ കുടംപുളിയും കൂടെ ഇട്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ മീനിട്ട് 10 മിനിറ്റ് വേവിക്കുമ്പോഴേക്കും നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായിട്ട് കിട്ടും. ഇപ്പം ഞാൻ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, നല്ല കൊഴുപ്പായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇത് തിളച്ച് വരാറാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് പുളി ഞാൻ കഴുകി ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ വേണം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻകുട്ടന്മാരെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് ഇവിടെ മീനിൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ അരച്ച മീൻ കറിയുടെ ഗ്രേവി മാതിരിയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീനെല്ലാം പെറുക്കിയിട്ട് കൊടുത്ത് ഒരു അടപ്പ് വെച്ച് മൂടി വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മീൻ കറി സെറ്റാവും. അതിനുശേഷം നമുക്ക് ഉള്ളി അരിഞ്ഞ് നമുക്കിത് താളിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ഇത് മീൻകുട്ടന്മാരെ എല്ലാം ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു മൂടി ഒരു 10 മിനിറ്റ് ഞാൻ വേവിക്കും കേട്ടോ. അപ്പോഴേ ഇത് കട്ടിയുള്ള ദശയുള്ള മീനായതുകൊണ്ട് ഇച്ചിരി വേവുണ്ടാകും. അപ്പം നമുക്കിനി ഇത് മൂടി കൊടുക്കാം. ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മീൻ കറി നല്ല സെറ്റായിട്ട് കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല സെറ്റാവുന്നുണ്ട് നമ്മുടെ മീൻ കറി. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഞാനത് വീണ്ടും മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻ കറി എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ഞാനിത് താളിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഗോൾഡൻ കളറാകുമ്പോഴേക്കും അതിൻ്റെ അകത്ത് 2 വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മീൻ കറി നല്ല സെറ്റായിട്ട് കിട്ടും. ഇത് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനതെല്ലാം മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പയ്യൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങ അരച്ച പോലെ ഉള്ള ഒരു മീൻ കറി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഇതാണ് ഞാൻ വെച്ച മീൻ കറിയുടെ ഒരു ഫോട്ടോ. താങ്ക്